നിരവധി വിമാന അപകടങ്ങൾക്കാണ് ഇന്ത്യൻ ആകാശം സാക്ഷ്യം വഹിച്ചത്. ദുഃഖകരമായ ദുരന്ത വാർത്തകൾ. ആ വാർത്തകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 855 1978 ജനുവരി 1 മുംബൈക്ക് സമീപമാണ് അപകടത്തിൽപ്പെട്ടത്. സാങ്കേതിക തകരാറിനാൽ തകർന്ന വിമാനം അറബിക്കടലിൽ പതിച്ചു. 213 പേർക്കാണ് ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചത്. ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 113 1988 ഒക്ടോബർ 19 അഹമ്മദാബാദിലുണ്ടായ അപകടത്തിൽ 133 പേരാണ് മരിച്ചത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിമാനം റൺവേയിൽ നിന്നും വളരെ അകലെയായി തകർന്ന് വീഴുകയായിരുന്നു. ഈ അപകടത്തിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 605 1990 ഫെബ്രുവരി 14 ബംഗളൂരുവിലുണ്ടായ അപകടത്തിൽ 92 പേരാണ് മരിച്ചത്. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അധികൃതർ ഈ സംഭവത്തെ തുടർന്ന് ലാൻഡിംഗ് നടപടിക്രമങ്ങളും പുതിയ തലമുറ വിമാനങ്ങൾക്കുള്ള സിമുലേറ്റർ പരിശീലനവും പുനരവലോകനം ചെയ്യാൻ തയ്യാറായി. ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 491 1993 ഏപ്രിൽ 26 മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുണ്ടായ വിമാനാപകടത്തിൽ 55 പേരാണ് കൊല്ലപ്പെട്ടത്. പറന്നുയരുന്നതിനിടെ അബദ്ധത്തിൽ റൺവേയിലേക്ക് വന്ന ഒരു ട്രാക്കിൽ വിമാനം ഇടിച്ചു കയറി. അസാധാരണവും ഒഴിവാക്കാവുന്നതുമായ ഈ അപകടം വിമാനത്താവള സുരക്ഷ, വാഹന നിയന്ത്രണ നടപടിക്രമങ്ങളിലുണ്ടായ വലിയ പിഴവുകളാണ് എടുത്തു കാണിക്കുന്നത്. ചാർഹി ധാദ്രി മിഡ് എയർ കൂട്ടിയിടി. സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് 747 വിമാനവും കസാഖിസ്ഥാൻ എയർലൈൻസിന്റെ ഇലൂഷൻ IL-76 വിമാനവും കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം ലോകത്തിലെ ഏറ്റവും മാരകമായ വിമാന അപകടങ്ങളിലൊന്നായി പട്ടികപ്പെടുത്തിയിരിക്കുന്നു. തെറ്റായ ആശയവിനിമയവും ഉയരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നതുമാണ് ദുരന്തത്തിന് കാരണമായത്. അലയൻസ് എയർ ഫ്ലൈറ്റ് 7412 1998 ജൂലൈ 17 ബീഹാറിലെ പാറ്റ്നയിലുണ്ടായ അപകടത്തിൽ 60 പേരാണ് മരിച്ചത്. പറന്നുയർന്ന വിമാനം വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു പാർപ്പിട പ്രദേശത്ത് തകർന്നു വീണു. ഫ്ലൈറ്റ് ക്രൂവിന്റെ അപര്യാപ്തമായ ഏകോപനവും മോശം തീരുമാനമെടുക്കലും ഈ അപകടത്തിന്റെ കാരണങ്ങളായിരുന്നു. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വിമാന അപകടങ്ങളിൽ ഒന്നാണിത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 812 2010 മെയ് 22 മംഗലാപുരത്ത് സംഭവിച്ച വിമാനാപകടത്തിൽ 158 പേരാണ് കൊല്ലപ്പെട്ടത്. ദുബായിലേക്ക് പോവുകയായിരുന്ന വിമാനം മംഗലാപുരത്തെ ടേബിൾ ടോപ്പ് റൺവേയിൽ അപകടത്തിൽപ്പെട്ടു. വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി ഒരു മലയിടുക്കിലേക്ക് വീണ് തീപിടിച്ചു. വെറും 8 പേർ മാത്രമാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത്. പൈലറ്റിന്റെ ക്ഷണികവും തെറ്റായ വിധി നിർണയവുമാണ് അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 2020 ഓഗസ്റ്റ് 7 സംഭവിച്ച ഈ അപകടത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി പറന്ന ബോയിംഗ് 737 വിമാനം കുറഞ്ഞ ദൃശ്യപരതയും കനത്ത മഴയും കാരണം കോഴിക്കോടിന്റെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് തെന്നിമാറി. അപകടത്തിൽ വിമാനം 2 പിളർന്നു. 2 പൈലറ്റുമാരും തൽക്ഷണം മരിച്ചു. 100-ലധികം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഈ അപകടം ടേബിൾ ടോപ്പ് റൺവേകളുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തി. ബോയിംഗ് 787-8 ഡ്രീം ലൈനർ സർവീസ് നടത്തുന്ന വിമാനം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:38 അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് ലണ്ടൻ ഗാറ്റ്വിലേക്കുള്ള യാത്രയ്ക്കായി ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം തീഗോളമായി മാറി. ഏകദേശം 800 മീറ്റർ ഉയരം വരെ പറന്നുയർന്ന വിമാനം പെട്ടെന്ന് താഴ്ന്ന നിലത്തിടിച്ചു. മെയ്ഡേ സന്ദേശത്തിൽ പൈലറ്റുമാർ വിമാനം ഉയർത്താൻ കഴിയുന്നില്ല എന്ന് എയർ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. 230 യാത്രക്കാരും 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു. ഇതിൽ ഒരു യാത്രക്കാരനൊഴികെ മറ്റെല്ലാവരും മരിച്ചു. വിമാനം ഇടിച്ചു കയറിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും അപകടത്തിൽ മരിച്ചുവെന്ന് അനൌദ്യോഗിക റിപ്പോർട്ട്.